എല്ലാ കൂട്ടുകാർക്കും യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ റീഡിംഗ് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അപ്പോൾ മുതൽ ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും ഒരു 3 ടൈംസ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. റിലാക്സ് ആയിട്ട് നമ്മുടെ വായിലൂടെ ഔട്ട് ചെയ്യുക ബ്രീത്ത്. അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്ത് റിലാക്സ് ആയിട്ടിരുന്ന് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ഒരു കാര്യം യൂണിവേഴ്സിന് സമർപ്പിക്കുക. അതിനുള്ള ഒരു ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സ് തരുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് ഏഞ്ചൽസ് തന്നിട്ടുള്ള ഗൈഡൻസ്. എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുമ്പ് എല്ലാവരോടും ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ സക്സസ് എന്നൊരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് മനസ്സിൽ വിചാരിച്ചത് എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിലൊരു സക്സസ് എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അല്ല ഏഞ്ചൽസ് വഴി നിങ്ങൾക്ക് അറിയിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഏഞ്ചൽസിന് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ വിജയത്തിലേക്കുള്ള പാതയിലാണ് നിങ്ങളുടെ ഈ പോക്ക് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ച കാര്യം അതൊരു വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. പിന്നെ നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ടെന്ന് ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം എല്ലാം മനോഹരമായിട്ടാണ് ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു എൻഡിങ് ആയിരിക്കും. നിങ്ങൾ ലൈഫിൽ വിചാരിക്കാത്ത അത്രയും വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരിക്കും നിങ്ങളിപ്പോൾ വിചാരിച്ച കാര്യത്തിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ട് പേടിക്കേണ്ട. ഇന്നലെ ഞാനൊരു റീഡിങ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സെൽഫ് കെയറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കാർഡിൽ ഈ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ജീവിതം ആവണമെങ്കിൽ അതിൻ്റെ ഒരു വലിയ ഭാഗം വഹിക്കുന്നത് എന്താണ് സ്വയം പരിപാലിക്കുക എന്നാണ്. അപ്പോൾ ഈ കാർഡിൽ മെയിനായിട്ട് അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെൽഫ് കെയർ ആണ് ഇതിലേക്ക് മെയിനായിട്ട് പറയുന്നത്. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, സെൽഫ് കെയർ എല്ലാം പെടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പലരും സെൽഫ് കെയർ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവമേ നിങ്ങൾക്കില്ല. അപ്പം നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിച്ച് തുടങ്ങാനാണ് പറയുന്നത്. ഇപ്പം നന്ദിയുള്ളവരായിരിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിശയകരമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അമിതമായി ജോലി ചെയ്ത് സ്വയം തളരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതും ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാകും അല്ലേ. പക്ഷേ അമിതമായിട്ട് നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു പേര് കിട്ടാൻ വേണ്ടി നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നന്ദി കിട്ടണം. അങ്ങനത്തെ ഒരു നന്ദിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ അട്രാക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അപ്പം മറക്കുന്നത് നമ്മളെന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ അമിതമായിട്ട് ജോലി ചെയ്ത് സ്വയം തളർത്താതിരിക്കാനാണ് ഈ കാർഡ് മെയിനായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുക, നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളെ ലവ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വിചാരിച്ച ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമാണ് ഇല്ലാത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കുക എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തുക സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിലേക്ക് എത്തുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾ ഈ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ മാക്സിമം നല്ല പാട്ടുകളൊക്കെ വെച്ച് അതിലേക്ക് കേൾക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ലവ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് നിങ്ങളിപ്പം വിചാരിച്ച ഈ ഒരു കാര്യത്തിലേക്ക് എത്തും എന്നതിന് 100% ഗ്യാരണ്ടിയാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ റീഡിങ്ങിന് ശേഷം എല്ലാവരും ഇത് ഓഫാക്കിയിട്ട് പോവില്ല, ഇതൊരു ഫോളോ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.